മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ അക്ഷരങ്ങൾ അഗ്നിപർവ്വതമായി മാറിയ നിമിഷം. വാക്കിന്റെ മൂർച്ചയും പ്രവൃത്തിയുടെ കരുത്തും ഒത്തുചേർന്ന ഇതിഹാസം പിറവിയെടുത്തിട്ട് ഇന്ന് 28 വസന്തങ്ങൾ പൂർത്തിയാകുന്നു. രഞ്ജി പണിക്കരുടെ തൂലികയിൽ നിന്ന് ചിതറിവീണ തീപ്പൊരി ഡയലോഗുകൾക്ക് ജോഷി എന്ന ചടുലനായ സംവിധായകൻ ദൃശ്യഭാഷയൊരുക്കിയപ്പോൾ അത് കേവലം ഒരു സിനിമയായിരുന്നില്ല. പകരം ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കരുത്തനായ പിതാവിന്റെയും അയാളുടെ നിഴലായി വളർന്ന് അഗ്നിയായി മാറിയ ചാക്കോച്ചി എന്ന പുത്രന്റെയും പോരാട്ടവീര്യമായിരുന്നു. ആനക്കാട്ടിൽ ചാക്കോച്ചി. സുരേഷ് ഗോപി എന്ന നടന്റെ സിരകളിൽ പൗരുഷത്തിന്റെ ആവേശമായി പടർന്ന കഥാപാത്രം. അനീതിയുടെ സിംഹാസനങ്ങൾക്ക് നേരെ അയാൾ വിരൽ ചൂണ്ടി ഗർജിച്ചപ്പോൾ കേരളക്കര അതേറ്റുവിളിച്ചു. വാക്കിന്റെ പ്രയോഗങ്ങളിൽ വസന്തം തീർത്ത ആ വലിയ നടൻ എം.ജി. സോമൻ തന്റെ പകരക്കാരനില്ലാത്ത അഭിനയജീവിതം പൂർത്തിയാക്കിയതും ഇതേ വേദിയിലായിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും സിനിമയുടെ ഭൂപടങ്ങൾ എത്ര മാറിയാലും മലയാളിയുടെ സിരകളിൽ ആവേശം നിറയ്ക്കാൻ ആനക്കാട്ടിലെ ഈ സിംഹഗർജനം എന്നും മുഴങ്ങിക്കൊണ്ടിരിക്കും.